അസ്സലാമലൈക്കും. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോയ ചെറിയൊരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ ഞങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ യാത്ര എപ്പോഴായാലും എനിക്കിഷ്ടാട്ടോ. പക്ഷെ അത് നമ്മളെ സ്വന്തം വീട്ടിലേക്കാവുമ്പോഴോ സന്തോഷം നമുക്ക് ഇരട്ടിയാണല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ഇക്കാരം. നമ്മുടെ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണല്ലേ. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളമാട്ടോ പുഴയിലൊക്കെ. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ബേക്കറിയും ചായയും കുടിച്ചിട്ടോ. എന്നിട്ട് അവിടെ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അവിടെ മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വിറകാക്കണ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പോയി നോക്കുമ്പോൾ നാത്തൂന് ഇവിടെ ഭയങ്കര ഉണ്ടാക്കലാട്ടോ. കുട്ടികളെല്ലാവരും നല്ല കളിയിലാണ്. അകത്തും പുറത്തൊക്കെ ആയിട്ട് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. വൈകുന്നേരം കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായിരുന്നു കേട്ടോ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഒന്ന് വൈകുന്നേരം പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ പോയതായിരുന്നു. നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. മഴ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ കഴുകിയിടുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കണത് എന്നുള്ളത്. അകത്ത് കുട്ടികൾ കട്ടക്കളിയായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കണവരുണ്ട്, പുറത്ത് മഴത്ത് ഓടി കളിക്കണവരുണ്ട്. ഇവൻ പിന്നെ മഴ പെയ്ത അകത്തിരിക്കൂല കേട്ടോ, പുറത്തേ കാരം. വീട്ടിലെത്തിയാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ ചെറിയൊരു തോട്ടം കേട്ടോ. ഇവിടെ കഴിയണ പോലെയൊക്കെ ഉമ്മ ചെറിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ചെറുപ്പം തൊട്ടേ കണ്ടു തുടങ്ങിയതാട്ടോ ഉമ്മാൻ്റെ ഈ കൃഷി. പുറത്തുനിന്ന് കിട്ടുന്ന നമ്മൾ പച്ചക്കറികൾ പോലെ അല്ലല്ലോ. നട്ട് വളർത്തിണ്ടാക്കിയ പച്ചക്കറിയുടെ സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇവിടെ വഴുതനങ്ങ, വെണ്ടയ്ക്ക, മഞ്ഞൾ, അതേപോലെ പൂള, കറുമത്തി, കൊള്ളിക്കിഴങ്ങ്, ചേന, ചേമ്പ്, ചക്ക, മാങ്ങ, ആ എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഉമ്മക്ക് അങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് കുറേ ഒന്നുമില്ല. എന്നാലും ഉമ്മ വേക്കണ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അത് ഉമ്മാക്കൊരു ഇഷ്ടമാണ് കേട്ടോ ഈ കൃഷി ഇങ്ങനെ ഉണ്ടാക്കണത്. മഴ പെയ്തപ്പോൾ മുഴുവൻ കൃഷിയൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല കേട്ടോ. അകത്തേക്ക് വന്നപ്പോൾ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ അവിടെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ആങ്ങളാരാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ ഒരാൾ കറി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരാൾ പോയി പൊറാട്ടയൊക്കെ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ആദ്യം കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഒപ്പിരുന്ന് കഴിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സമയത്തിന് പോയതേനു കേട്ടോ. ആ ഒരു കുറച്ച് സമയത്തെ വിശേഷങ്ങളാണ്. വൈകുന്നേരം പോയി രാത്രി മഗ്‌രിബിന് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞേക്കിന് തന്നെ ഞങ്ങൾ തിരിച്ച് പോന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വിശേഷം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്